ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവക്കാഡോ പ്ലാന്റുമായിട്ടാണ് കേട്ടോ. അത് സീഡ്ലിംഗ് പ്ലാന്റ് അല്ല, ഗ്രാഫ്റ്റഡ് പ്ലാന്റ്. ഇത് പുള്ളോക്ക് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രൂട്ട്സ് കുറച്ച് നീളം കൂടിയ ടൈപ്പായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ നല്ല പൊടിയുള്ള, കായ്ക്ക് നല്ല പൊടിയായിരിക്കും. പിന്നെ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറിലായിരിക്കും. ഈ പൊടിയുള്ള ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു 4-5 പേർക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ളതുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ പാലൊഴിച്ച് അടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് വരും. നല്ല കട്ടിയാണ്, നല്ല ടേസ്റ്റുമാണിത് പുള്ളോക്ക് വെറൈറ്റിയിലെ ഫ്രൂട്ട് കഴിക്കാനായിട്ട്. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ 2 വർഷം കൊണ്ട് തന്നെ കായ പിടിക്കും കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മൾ നട്ട് പുതിയ തളിരില വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ പൂക്കളുണ്ടാവും. പക്ഷേ ആ പൂവിനെ നമ്മൾ നിലനിർത്തരുത്. കാരണം എന്താ വെച്ചാൽ അത് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആവാണ്ട് നമ്മൾ പൂവിനെ നിലനിർത്തി കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കുറയാൻ ചാൻസ് ഉണ്ട്. ഉള്ള വളങ്ങളൊക്കെ അതിലേക്ക് വലിച്ചെടുത്തിട്ട് പ്ലാന്റിൻ്റെ ആ ഗ്രോത്ത് അങ്ങോട്ട് നിന്ന് പോകും. അതുകൊണ്ട് പ്ലാന്റ് കുറച്ച് ഹെൽത്തി ആയതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഫ്ലവർ നിർത്തി ഫ്രൂട്ടാവാൻ സമ്മതിച്ചാൽ മതി കേട്ടോ. 2 വർഷത്തിന് മുമ്പൊക്കെ വരുന്ന പൂക്കൾ നമ്മൾ കഴിവതും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കെയറിങ് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ഹെൽത്തി ആയി കിട്ടും. നമ്മൾ ഡെയിലി വാട്ടറിങ് ഒക്കെ ചെയ്ത് അത്യാവശ്യം അടിവളമൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് പരിചരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നീണ്ടു പോകാൻ വിടാണ്ട് അതിൻ്റെ തൂമ്പലകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് വട്ടം വീശി നല്ല ബുഷിയായിട്ട് വരും. അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് 2 വർഷം കൊണ്ട് തന്നെ നന്നായിട്ട് കായ പിടിക്കാൻ തുടങ്ങും. അവക്കാഡോ ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല ബട്ടർ പോലെയാണ് ഇതുണ്ടാവുക. ഒറ്റ സീഡാണ് ഇതിനുള്ളത് കേട്ടോ. നമ്മൾ സീഡ് മുളപ്പിച്ച് അതിൽ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ പുള്ളോക്ക് വെറൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എല്ലാ കാലാവസ്ഥയിലും കായ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിലായാലും കുറച്ചൊരു തണുപ്പുള്ള കാലാവസ്ഥയിലായാലൊക്കെ ഇപ്പോൾ ഊട്ടി പോലത്തെ പ്രദേശങ്ങളിലൊക്കെ കായ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കി നമ്മുടെ കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതിൽ കായ പിടിക്കുന്നുണ്ട്. നമ്മൾ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലാന്റ് അത്യാവശ്യം വലുതായി മെച്ചുറായി ഒരു 5 വർഷം കൊണ്ടൊക്കെയാണ് കായ ഉണ്ടായി തുടങ്ങുന്നത്. എന്നാൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആവുമ്പോൾ 2 വർഷം കൊണ്ട് തന്നെ കായ ഉണ്ടായി തുടങ്ങും. 2 വർഷത്തിന് മുമ്പേ കായ പിടിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഈ കവറിൽ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൽ പോലും ഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ നിലനിർത്താണ്ട് പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയതിനു ശേഷം മാത്രം ഫ്രൂട്ട് ഉണ്ടാകാൻ സമ്മതിച്ചാൽ മതിയാകും. ഈ ഫ്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട് നമ്മൾ കുറച്ച് സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു മാസത്തോളമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ ഇത് കുറയ്ക്കും. മാത്രമല്ല ഈ ബെല്ലി ഫാറ്റ് ഉണ്ടല്ലോ, വയറിലുണ്ടാകുന്ന ഫാറ്റ് അടിഞ്ഞു കൂടി നിൽക്കുന്നത്, അതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ഈ ബട്ടർ ഫ്രൂട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങി കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല റേറ്റുള്ള ഒരു ഫ്രൂട്ടാണ്. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഈ ഫ്രൂട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്രൗണ്ടിലും പിന്നെ ഡ്രമ്മിലൊക്കെ ഇതിനെ വളർത്തിയെടുക്കാം കേട്ടോ. ഏറ്റവും നല്ലത് നിലത്ത് നടുന്നത് തന്നെയാണ്. ഡ്രമ്മിൽ വളർത്തിയെടുക്കുമ്പോൾ കായ ഉണ്ടാകുന്നതിനൊരു പരിധി ഉണ്ടാകും. പിന്നെ അത്രയും നന്നായിട്ട് പരിചരണം കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രമ്മിലും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകും. ഈ നിലത്ത് നടുകയാണെങ്കിലും നമ്മൾ പ്രൂണിങ് കറക്റ്റ് ശ്രദ്ധിക്കണം. ഈ പ്ലാന്റിനെ നമ്മളിങ്ങനെ ഹൈറ്റാക്കി വിടാണ്ട് പ്രൂൺ ചെയ്ത് വട്ടത്തിൽ വെട്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എളുപ്പത്തിൽ കായ പറിച്ചെടുക്കാനും പറ്റും. ഒരുപാട് മേലേക്ക് കയറി പോകുമ്പോഴാണ് ഇത് പെട്ടെന്നൊന്നും കായ പിടിക്കാതെ വരുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസ്. ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു 2 ഷൂട്ടൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ്സാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. ഈ പ്ലാന്റ് നമ്മൾ പിന്നെ DTDC വഴിയാണ് അയച്ചു തരുന്നത്. അപ്പോൾ ഈ മണ്ണ് അധികം ഒഴിവാക്കാൻ പറ്റില്ല, അത് പ്ലാന്റിന് ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ് ഏകദേശം 1.5 കിലോയോളം വരാറുണ്ട് കേട്ടോ. അപ്പോൾ കൊറിയർ ചാർജ് അതിനനുസരിച്ച് വരുവേ. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ.
നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.